സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 13 വരെ കനകക്കുന്നിൽ നടക്കുന്നു. 13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മേളയിൽ പുസ്തകങ്ങൾ കാണുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവങ്ങളും പുസ്തക പ്രകാശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം.
മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ഡോക്ടർ ശശി തരൂർ, ശ്രീ ഡി ബാബു പോൾ IAS, ശ്രീ പ്രഭാ വർമ്മ, ശ്രീ PC വിശ്വനാഥ് MLA, PT ചാക്കോ, വേദിയിലും സദസ്സിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവവും ഇന്ന് ആരംഭിക്കുകയാണ്. 39 വർഷം പിന്നിട്ട DC ബുക്സിൻ്റെ ചരിത്രം ഏകദേശം 100 വർഷത്തോളം പുറകോട്ട് എത്തി നോക്കേണ്ട ഒന്നാണ്. DC ബുക്സിൻ്റെ സ്ഥാപകനായ DC കിഴക്കേമുറിയുടെ 100ാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഈ ഒരു വർഷത്തേക്ക്. 1940കളിൽ തൻ്റെ സുഹൃത്തായ KJ തോമസിനോടൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ സഹൃദയ വായനശാല തുടങ്ങിയത് മുതൽ 1945-ൽ DC കിഴക്കേമുറിയും KJ തോമസും പൊൻകുന്നം വർക്കിയും PT ചാക്കോയും തുടങ്ങിയ സുഹൃത്തുക്കളുമായി നാഷണൽ ബുക്ക് സ്റ്റോൾ തുടങ്ങിയതും അതേ വർഷം തന്നെ ശ്രീ MB പോളിനോടൊപ്പം സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരുടെ സഹകരണ സംഘമായ SPCSൻ്റെ തുടക്കവും പിന്നീട് 1974-ൽ DC ബുക്സ് തുടങ്ങിയതും ഇതെല്ലാം DC കിഴക്കേമുറിയുടെ കരങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. 1940കളിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജയിൽ ശിക്ഷ അനുഭവിച്ച DC PN പണിക്കരുടെ നേതൃത്വത്തിലുള്ള രൂപം കൊടുത്ത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും സജീവ പ്രവർത്തകനായിരുന്നു. കോട്ടയം പബ്ലിക് ലൈബ്രറിയെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വായനശാലയാക്കി 1960ലും 70കളിലും വളർത്തിയത് DC കിഴക്കേമുറിയും CK മാണിയുമായിരുന്നു. നെഹ്റു ഇന്ത്യയിൽ പുസ്തകങ്ങൾക്ക് സെയിൽസ് ടാക്സ് നിർത്തലാക്കിയതിനു പിന്നിലും DC കിഴക്കേമുറിയുടെ ആശയമായിരുന്നു. കോട്ടയം പബ്ലിക് ലൈബ്രറിയും SPCSനും വേണ്ടി നടത്തിയ ലോട്ടറികൾ വൻ വിജയമാവുകയും അന്നത്തെ കേരള ധനമന്ത്രി PK കുഞ്ഞ് ഇത് DC കിഴക്കേമുറിയുടെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തു. ലോട്ടറി പിന്നീട് ഭാരത സർക്കാർ ദേശസാൽക്കരിക്കുകയാണ് ചെയ്തത്. കോട്ടയം സമ്പൂർണ്ണ സാക്ഷരതാ നഗരമെന്ന ആശയവും DC കിഴക്കേമുറിയുടേതാണ്. ഇത്രയും പറഞ്ഞത് ഈ പാരമ്പര്യത്തിൻ്റെ പുതിയ തലമുറയാണ് എൻ്റെ സഹപ്രവർത്തകരും എഴുത്തുകാരും വായനക്കാരുമാവുന്ന DC ബുക്സിൻ്റെ പാരമ്പര്യം. 18ാമത് DC ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ എത്തി നിൽക്കുമ്പോൾ DC ബുക്സ് ഇന്ന് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണെന്ന് നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ പ്രസാധനശാലകളിൽ വളരെ പ്രമുഖമായ സ്ഥാനവും DC ബുക്സിനുണ്ട്. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. OC സ്റ്റോറീസ് എന്ന പേരിൽ PT ചാക്കോ സമാഹരിച്ച ഉമ്മൻചാണ്ടി കഥകൾ, ഇന്ത്യയിലെ വിഖ്യാതമായ കാർട്ടൂണിസ്റ്റുകൾ വരച്ച ഉമ്മൻചാണ്ടി കാരിക്കേച്ചറുകൾ അടങ്ങുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. അതിനെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രന്ഥം പ്രകാശിപ്പിക്കുന്നത് ഗ്രന്ഥകർത്താവും ലോകസഭാംഗവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ശശി തരൂരാണ്. ഞങ്ങളുടെ ഗ്രന്ഥകർത്താവും സുഹൃത്തുമായ ഡോക്ടർ ശശി തരൂരിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വായനയുടെ ലോകത്ത് ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ടൂറിസം മന്ത്രിയായ ശ്രീ AP അനിൽകുമാർ. ഞങ്ങളുടെ അഭ്യുദയകാംക്ഷിയും സുഹൃത്തുമായ ശ്രീ AP അനിൽകുമാറാണ് ഇന്നിവിടെ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. D ബാബു പോൾ IAS ഇടുക്കി കളക്ടറായിരുന്ന കാലം കോട്ടയത്തെ ഞങ്ങളുടെ അയൽവാസി കൂടിയായിരുന്നു. ഗ്രന്ഥകർത്താവും എൻ്റെ പിതാവിൻ്റെ സുഹൃത്തും ശ്രീ D ബാബു പോളിനെ ഈ ചടങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പത്രപ്രവർത്തകനും പ്രശസ്ത കവിയും പത്രപ്രവർത്തകനുമായ ശ്രീ പ്രഭാ വർമ്മയാണ് പ്രൊഫസർ ONV കുറുപ്പിൻ്റെ ഉജ്ജയിനിയുടെ സ്പെഷ്യൽ എഡീഷൻ പ്രകാശനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ പ്രകാശ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. PC വിശ്വനാഥ് MLA യാദൃശ്യമായാണെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. OC സ്റ്റോറീസ് എന്ന ഗ്രന്ഥം ശ്രീ PT ചാക്കോ ആണ് തയ്യാറാക്കിയത്. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ശ്രീ PT ചാക്കോയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പ്രൊഫസർ ONV കുറുപ്പ് റഷ്യയിൽ നിന്ന് 2 ദിവസം മുമ്പ് മാത്രമാണ് എത്തിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വന്ന ദിവസം മുതൽ അസുഖമായിട്ട് അദ്ദേഹം വീട്ടിലിരിപ്പാണ്. കസേരയിൽ നിന്ന് കാലനക്കാൻ മേലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും അദ്ദേഹം ഇവിടെ എത്തുമായിരുന്നു. കഴിഞ്ഞ എല്ലാ പുസ്തകമേളയുടെയും ഉദ്ഘാടന ദിവസം പ്രൊഫസർ ONV കുറുപ്പ് ഞങ്ങളുടെ ചടങ്ങുകളുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചില്ല. ഒപ്പം സുഗതകുമാരി ടീച്ചർ ആശുപത്രിയിലാണ്. ഏതാനും ദിവസം അഡ്മിറ്റഡ് ആണ്. അതുപോലെ തന്നെ മോഹൻലാൽ ചിക്കൻ ബോക്സ് പിടിപെട്ട് മദ്രാസിലാണ്. ഈ 3 പേരുടെ അഭാവം ഇന്ന് ഈ ചടങ്ങിലുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ഈ പുസ്തകമേളയിൽ 18ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 350-ലധികം പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. എനിക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മറ്റൊരു പുസ്തക മേള നടന്നിട്ടില്ല. ഏകദേശം 1,00,000-ലധികം വായനക്കാരാണ് ഈ മേളയിൽ എത്തുന്നത്. ഇതിനകം തന്നെ ഈ 18 വർഷങ്ങൾക്കിടയിൽ 30 ലക്ഷത്തിലധികം വായനക്കാർ ഞങ്ങളുടെ ഈ അന്താരാഷ്ട്ര പുസ്തകമേള സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വായനക്കാരെയും ഞങ്ങളുടെ പ്രസാധക സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് 13-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഞങ്ങളുടെ സ്വാഗതം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകോത്സവം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. വിഷ്ണുനാഥ് MLA, ശ്രീ പ്രഭാവർമ്മ, ശ്രീ PT ചാക്കോ, DC ബുക്സിൻ്റെ എല്ലാം ആയി ഇതിനെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ശ്രീ DC രവി, മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കൾ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുക. ഒരു പുസ്തകമേള ഉദ്ഘാടനം ചെയ്യാൻ ഒട്ടും പറ്റിയ ആളല്ല ഞാൻ. കാരണം ഏറ്റവും കുറഞ്ഞ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങൾ രാവിലെ ഒന്ന് വായിക്കാൻ സാധിച്ചാൽ ഞാനതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പുസ്തകം വായിക്കുക എന്നുള്ളത് പിന്നെ ഒരു പ്രശ്നമേ ആകുന്നില്ല. എൻ്റെ അറിവെന്ന് പറയുന്നത് ജനങ്ങളാണ് എൻ്റെ പുസ്തകം എന്ന് ഞാൻ എപ്പോഴും പറയും.
അങ്ങനെ ഒരാളെ പുസ്തക മേളയുടെ ഉദ്ഘാടനത്തിന് പ്രത്യേകിച്ച് ശ്രീ DC കിഴക്കേമുറി തുടങ്ങി ഇന്ന് ശ്രീ രവി നയിക്കുന്ന കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാധകരായി മാറിയിട്ടുള്ള ഇതിൻ്റെ ഉദ്ഘാടനം. പക്ഷേ മുഖ്യമന്ത്രിയായാൽ അല്ലെങ്കിൽ മന്ത്രിയായാൽ ഏത് ചടങ്ങിലും പങ്കെടുക്കാം എന്നുള്ള യോഗ്യത വെച്ചായിരിക്കാം എന്നെ വിളിച്ചത്. ഞാൻ പുസ്തകം വായിക്കുന്നത് കുറവാണെങ്കിലും ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഈ യാത്രക്കിടയിൽ, ഈ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ യാത്രയിലൊക്കെ സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ PT ചാക്കോ ചില കഥകളായും കാർട്ടൂണുകളുമൊക്കെയായി ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ കഥകളിലെ ഒരു പ്രധാന നായികയെ കണ്ടുമുട്ടി. എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഞാൻ വളരെ തിരക്കിട്ട് പോവുക, അപ്പം വളരെ ദുഃഖിതനായി വളരെ വിഷമത്തോടു കൂടി എന്നെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു. ഞാൻ കാര്യങ്ങൾ തിരക്കി ആശുപത്രിയിലാണോ, ഡോക്ടറെ വിളിച്ച് പറയാം, എന്ത് വേണം ചെയ്യാൻ, താൻ വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും വേണ്ട, അമ്മയുടെ അന്തിമ അഭിലാഷം സാറിനെ ഒന്ന് കാണണമെന്നാണ്. അപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള വീടാണ്, പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്, ഈ അമ്മയെ നേരിട്ടറിയാം. ഞാൻ വളരെ വിഷമത്തിലായി. വളരെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് പോകുന്ന വഴിക്കാണ്. പക്ഷെ എന്നാലും പോകാതിരിക്കാൻ ഒക്കത്തില്ല, കാരണം അതുപോലെ വർത്തമാനം പറഞ്ഞത്. ഞാൻ നേരെ കാർ തിരിച്ചു വിടാൻ പറഞ്ഞു. ആളിൻ്റെ വീട്ടിൽ ചെന്നു. കാർ നിർത്തി പടി കയറണം. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ സഹപ്രവർത്തകൻ ചാടി ഇറങ്ങി ഓടുന്നത് കണ്ടു. ഞാനും അല്പം എന്തായി വല്ല കുഴപ്പമാണോന്ന് അറിയാൻ വേണ്ടി ഞാനും അല്പം വേഗത്തിൽ കയറി ചെല്ലുമ്പം ഈ അസുഖമായി കിടന്ന് അന്തിമ അഭിലാഷം എന്ന് പറഞ്ഞ് ഈ അമ്മ അവിടെ നെല്ല് ചിക്കിക്കൊണ്ട് പായാൻ നിൽക്കുകയായിരുന്നു. ഈ വയൻ ചെന്ന് കോരി എടുത്തിട്ട് ഒരൊറ്റ ഓട്ട. ഞാൻ വരുന്നതിന് മുമ്പ് കൊണ്ട് കട്ടിലെ കിടത്തണം. അപ്പൊ ഈ പോണ വഴിക്ക് പറയുന്നുണ്ട്, അമ്മ എന്ത് പണിയാ കാണിച്ചത്, ഇവിടെ കട്ടിലെ കിടക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പം ഈ അമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇതുവരെ കാത്തിരുന്ന് ഇനി വരികയാണെന്ന് വിചാരിച്ചുകൊണ്ട് വെയിൽ വന്നപ്പോൾ അല്പം നെല്ല് ഒന്ന് ചെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വീണ്ടും ഒന്നുകൂടെ പോയി. അവരുടെ കൊച്ചുമകൻ്റെ, അതായത് എന്നെ വിളിച്ചുകൊണ്ട് പോയ പ്രവർത്തകൻ്റെ മകൻ്റെ കല്യാണം. ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് ഈ മകനെ കണ്ട് അഭിനന്ദിക്കുന്നതിനിടയ്ക്ക് ഈ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇറങ്ങി വരിക ഞാൻ അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ഇതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ, പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഞാനൊരു പുസ്തക എഴുത്തുകാരനോ കാര്യങ്ങളോ അല്ല. ഏതായിരുന്നാലും DC ബുക്സിനെ കുറിച്ച് അഭിമാനമുണ്ട്. കേരളീയർക്ക് തന്നെ അഭിമാനിക്കാം. കാരണം ഈ രംഗത്ത് എല്ലാവരെയും കടത്തി വിജയ കൊടി പാറിക്കാൻ ശ്രീ രവിക്ക് ഇന്ന് സാധിച്ചിരിക്കുന്നു. ഒരു വലിയ വിജയമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ DC കിഴക്കേമുറി, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ CMS കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കോട്ടയത്തെ ഏറ്റവും പ്രമുഖനായ ഒരു സാഹിത്യ നായകൻ. എവിടെ യോഗമുണ്ടെങ്കിലും
സ്കൂളിലെ ആനിവേഴ്സറി, മറ്റ് സാംസ്കാരിക സമ്മേളനങ്ങൾ, അതിലെല്ലാം ഉള്ള ഒരു മുഖ്യ അതിഥിയാണ് അദ്ദേഹം. വായനാശീലം വളർത്തുന്നതിൽ പ്രസാധക രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളയാളാണ്. NBSന് രൂപം കൊടുത്ത്, SPCSന് രൂപം കൊടുത്ത്, പിന്നെ സ്വന്തമായ DC ബുക്സ്, വലിയ സംഭാവനകളാണ് അദ്ദേഹം. ഒരു നല്ല പ്രവർത്തനത്തിനുള്ള നല്ല അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന രവി ആ രംഗത്ത് അദ്ദേഹം ശ്രീ DC കിഴക്കേ മുറിയുടെ പാരമ്പര്യവും ആധുനികതയുടെ ആ നേട്ടങ്ങളും, ഇത് രണ്ടും കൂടെ, പഴയകാല ചരിത്രവും പാരമ്പര്യവും അതോടൊപ്പം ആധുനിക യുഗത്തിൻ്റെ അച്ചടി രംഗത്തെ അത്ഭുതങ്ങൾ. ഇന്ന് നമ്മുടെ അച്ചടി രംഗത്താണ് ഏറ്റവും അധികം മാറ്റങ്ങൾ, അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നേട്ടങ്ങളും അത്ഭുതങ്ങളും ഇത് രണ്ടും കൂടെ കോർത്തിണക്കി പോകുന്നു എന്നുള്ളതാണ് DC ബുക്സിൻ്റെയും ശ്രീ രവിയുടെയും വിജയം. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് DC ബുക്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാകത്തക്ക വിധത്തിൽ ഉയരങ്ങളിലേക്ക് വളരുന്നു, വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്. ഹലോ, അടുത്തതായി പുസ്തക പ്രകാശനമാണ്. എല്ലാവരെയും പ്രിയങ്കനായ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ AP അനിൽകുമാർ ടൂറിസം വകുപ്പ് മന്ത്രി, ശ്രീ PC വിശ്വനാഥ് MLA, ശ്രീ D ബാബു പോൾ IAS, ശ്രീ പ്രഭവർമ്മ പ്രസിദ്ധപ്പെട്ട എഴുത്തുകാരൻ, ശ്രീ PT ചാക്കോ, ഈ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് എഡിഷനും ഒറിജിനൽ മലയാളം താങ്കളാണ് ചെയ്തതല്ലേ, എഴുത്തുകാരനും ട്രാൻസ്ലേറ്ററുമായ ശ്രീ PT ചാക്കോ, ശ്രീ രവി DC എൻ്റെയും പബ്ലിഷറാണ് അദ്ദേഹം മലയാളത്തിൽ. അക്ഷരപ്രേമികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ. ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ മലയാളം 4 വർഷം മുമ്പ് ഞാനാണ് പ്രകാശനം ചെയ്തത്. ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് എവിടേക്ക് പോകാൻ ആവശ്യപ്പെട്ട കാരണം ശ്രീമതി മറിയമ്മ ഉമ്മൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. ആ സമയത്ത് ഈ ഇന്നസെന്റ് രാഷ്ട്രീയക്കാരനെ കുറിച്ച് എഴുതിയ പുസ്തകം വേറൊരു ഇന്നസെന്റ് രാഷ്ട്രീയക്കാരൻ, ഇന്നസെന്റ് കലാകാരനെ കൊടുത്തു. അദ്ദേഹമായിരുന്നു ആ പുസ്തകം സ്വീകരിച്ചത്, ആക്ടർ ഇന്നസെന്റ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതിനെ മാച്ച് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഈ പുസ്തകത്തിന് 2 വലിയ ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ ആനക്ഡോട്ട്സ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനാണ്. എല്ലാ സിമ്പിൾ, നന്നായി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, എളുപ്പത്തിൽ വായിക്കാനും എൻജോയ് ചെയ്യാനും സാധിക്കും. പക്ഷെ അത് മാത്രമല്ല, നല്ല കാർട്ടൂൺസ് നിറഞ്ഞ പുസ്തകമാണ്. എല്ലാ കഥയോടൊപ്പം ഒരു കാർട്ടൂണുണ്ട്. പ്രസിദ്ധപ്പെട്ട കാർട്ടൂൺസാണ് വരച്ചിരിക്കുന്നത്. പിന്നെ പകുതി പുസ്തകം വെറും കാർട്ടൂണാണ്. അപ്പോൾ പുസ്തകം വായിക്കാത്ത മുഖ്യമന്ത്രിക്ക് അത് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല എന്നാണ് എനിക്ക് സംശയമില്ല. അതിൽ മുഖ്യമന്ത്രിയുടെ വരിയും കൂടിയുണ്ട്, ജനങ്ങളാണ് എൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൽ പല കഥകളുണ്ട്. അദ്ദേഹം ഒരു കഥ പറഞ്ഞു തന്നു. എല്ലാവർക്കും ഉമ്മൻചാണ്ടി അവർ വീട്ടിൽ കയറുന്നത് കാണണം. അതുകൊണ്ടാണ് അമ്മ അത് മരിക്കാൻ കിടക്കുന്നു. വേറൊരു കഥ ഇതേപോലെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്, ലോക്സഭയ്ക്ക് പ്രവർത്തിക്കുന്ന സമയത്ത്, പിന്നെ എറണാകുളത്ത് തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിൻ്റെ കാൻഡിഡേസി അല്ല, പക്ഷെ ലോക്സഭയ്ക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ നിർബന്ധിച്ച് വീട്ടിൽ വരണം, അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം വിട്ടിട്ട് പോയപ്പോൾ ഒരു സങ്കടമോ കരച്ചിലോ ഒന്നും ഈ വീട്ടിൽ കാണുന്നില്ല. എല്ലാവരും ടെലിവിഷൻ സെറ്റിന് ചുറ്റിരിക്കുന്നുണ്ടായിരുന്നു. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ മുഖ്യമന്ത്രി എന്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഈ വലിയ സങ്കട കാര്യമാണ്,
ഗ്രാൻഡ് മദർ 2 റൺ ഷോർട്ടായിരുന്നു. 2 റൺ ഷോർട്ട് എന്താ അർത്ഥം? 98 നോട്ട് ഔട്ട് ആയിരുന്നു, പക്ഷെ ഇന്ന് പോയി. ഇതാണ് ഇയാൾ പറഞ്ഞത് മുഖ്യമന്ത്രി. ഇങ്ങനെയുള്ള കഥകൾ നിറയുമുണ്ട്. പിന്നെ ആദ്യം KSU ക്യാൻറ്റീനൊപ്പം ഫൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പല ആനക്ഡോട്ട്സ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു KSU ചടങ്ങിന് പോകുമ്പോൾ ക്യാൻറ്റീനേക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിരുന്നു. കഴിച്ച ഉടനെ രണ്ടുപേരുടെ കയ്യിൽ ഒരു പൈസയില്ല കൊടുക്കാൻ. അപ്പം അവരവിടെ ഇരുന്നിട്ട് ഒരു ഉമ്മൻചാണ്ടി എല്ലാവരും അറിയുമല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയായിരുന്നു. ആ കോഫി ഹൗസിൽ ഫ്രണ്ട് വന്ന ശേഷം പിടിച്ചിട്ടാണ് പൈസ കൊടുത്തത്. അങ്ങനെയുള്ള പല ആനക്ഡോട്ട്സും നിറഞ്ഞ പുസ്തകങ്ങളാണ്. ആരാണ് മുഖ്യമന്ത്രിയുടെ തലമുടി വെട്ടുന്നത്, അതിൻ്റെയും കൂടി ഉത്തരം നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ കണ്ടുപിടിക്കും. ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ വെട്ടുന്ന ആൾ ഈ മുറിയിൽ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്തുള്ള ചെറിയ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനും എല്ലാം ഈ പുസ്തകം വായിച്ചാൽ സന്തോഷം വരും. Since it is a book in English, let me say a couple of words in English. I think it's very important that this book has come out in English, and I am very pleased that my good friend and publisher Ravi DC has done this. Because one of the sad things for those of us who are proud of Kerala and proud of our Chief Minister is that he is not sufficiently well known outside the Malayalam speaking world. So these anecdotes which humanize such an interesting figure, somebody who has an accident in Davos and is in the ICU, but is so keen on always being surrounded by people that he insists on being relocated out of the ICU so that friends can gather around him. This human being, with his commitment to people, his willingness to always engage with people. There's a comment by another politician speaking about Umanchandi, surrounded by well-wishers and indeed petitioners and demanders. There is a comment in which he says, he is a live wire, direct transmission from Idukki without any supply posts or transmitters in the way. That is the kind of character that comes across in this book. And I think the fact that it's available in English will introduce Umanchandi to a wider national audience. And I'm certainly hoping, Mukhyamantri, താങ്കൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഡൽഹിയിലും ചെയ്യണം. നമ്മൾക്ക് അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് താങ്കളെ കുറിച്ച് കുറച്ചും കൂടി അറിയാൻ ഈ പുസ്തകം പറ്റിയൊരു പുസ്തകമാണ്. അപ്പോൾ ഇത് മാത്രം പറഞ്ഞിട്ട് രവിക്കും ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഞാനും 10-20 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ DC കുഴിക്കുമൂരുടെ പരിചയം കിട്ടി. എൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിനെ അവർ മഹാഭാരത കഥാനാക്കി പബ്ലിഷ് ചെയ്ത സമയത്ത്, അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഒരൊറ്റ ഒരു പുസ്തകം വെച്ചിട്ട് ബാക്കി എല്ലാം DC ബുക്സാണ് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. പക്ഷേ അവരുടെ ഇംഗ്ലീഷ് പബ്ലിക്കേഷൻസ് ഇന്ന് ഞാനും മുഖ്യമന്ത്രിയും ആദ്യത്തെ തവണ കണ്ടതാണ്. കറൻറ്റ് ബുക്സുമുണ്ട്, കുട്ടികൾക്ക് മാംഗോ ബുക്സ് ഉണ്ട്. ഇതെല്ലാം ഈ ഗ്ലോബലൈസ്ഡ് ലോകത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലും കേരളത്തിൻ്റെ ഔട്ട്റീച്ച് നടക്കണമെന്ന് DC ബുക്സ് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകിച്ച് രവി DCയെ അഭിനന്ദിക്കുന്നു. This is a very, very good production, excellently done, well translated, well written, very attractively presented, and really a book that I'm delighted to have in my collection with a signature from the Chief Minister. ഇതെല്ലാം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ പുസ്തക പ്രകാശനത്തിനെ ഒരിക്കലും കൂടി എൻ്റെ ബെസ്റ്റ് വിഷസ്, എൻ്റെ ആശംസകൾ കൂടി പറഞ്ഞിട്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കട്ടെ, വലിയ സക്സസ് ആവട്ടെ ഇന്ത്യ മുഴുവൻ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി സാംസ്കാരിക ഉത്സവത്തിന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുവാനായി ബഹുമാനപ്പെട്ട വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറിനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ, വേദിയിലുള്ള കേന്ദ്ര മന്ത്രി ബഹുമാനായ ശ്രീ ശശി തരൂർജി, പ്രിയപ്പെട്ട ശ്രീ D. ബാബു പോൾ അവർ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ PC വിഷ്ണുനാഥ് MLA, വേദിയിലുള്ള ബഹുമാന്യനായ ശ്രീ പ്രഭാ വർമ്മ, പ്രിയപ്പെട്ട രവി DC, മറ്റ് സഹപ്രവർത്തകർ, തീർത്തും സന്തോഷകരമായ സന്ദർഭമാണ്. ഈ വർഷവും DCയുടെ അന്താരാഷ്ട്ര പുസ്തക മേളയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ ഇവിടെ തന്നെ DC പുസ്തകോത്സവം വളരെ വിപുലമായിട്ടാണ്. ഉദ്ഘാടനം നടക്കുന്ന ഈ സന്ദർഭം
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ജീവിതാനുഭവങ്ങൾ അത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണവും ഇന്നിവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ബഹുമാന്യ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പൊതുപ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ ദേശീയ തലത്തിലും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുവാനും കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു ശൈലിയെക്കുറിച്ച് അറിയുവാനുമുള്ള അവസരം തീർച്ചയായിട്ടും ഇംഗ്ലീഷിലുള്ള പരിഭാഷ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. DC രവിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ ഒരു പുസ്തകോത്സവം നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-15 വർഷം അച്ചടി മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടമാണ്. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവ് അച്ചടി മാധ്യമങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. അത് പത്രങ്ങളുടെ കാര്യത്തിലായാലും വാരികളുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളുടെ കാര്യത്തിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെയേറെ ദൃശ്യമാധ്യമങ്ങൾ കടന്നു വന്നെങ്കിലും അത് പത്രമാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങളെ ഒരു രീതിയിലും ബാധിച്ചില്ല എന്ന് മാത്രമല്ല, അച്ചടി മാധ്യമങ്ങൾ അതേ രീതിയിൽ തന്നെ അത് പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യത്തിലായാലും പത്രങ്ങളുടെ പ്രസിദ്ധീകരണ കാര്യത്തിലായാലും ഒക്കെ തന്നെ അതിന് അത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളിയുടെ വായനാ സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ നമ്മുടെ പുസ്തക പ്രസാധകർക്കും അതിൻ്റെതായ പങ്കുണ്ട്. ശ്രീ രവി DC പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ പുസ്തകങ്ങൾ എഴുതുന്നവർക്കും അത് പ്രസിദ്ധീകരിക്കുവാനും അത് വായനക്കാരിൽ എത്തിക്കുവാനും കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതും ഈ വായന സംസ്കാരം നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. മലയാളി വളരുന്നതോടൊപ്പം ഏറ്റവും കൂടെ കൊണ്ടുപോകുന്ന ഒന്നാണ് വായന. ഇന്ത്യയിൽ മലയാളിയെപ്പോലെ വായിക്കുന്ന ഒരാളും ലോകത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെന്നല്ല പുറത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളത് ബംഗാളിലാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ബംഗാളിലെ വായനക്കാരും അതൊക്കെ പട്ടണ പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ആകുമ്പോൾ ഒതുങ്ങിക്കൂടുമ്പോൾ കേരളം എന്ന് പറയുന്നത് പട്ടണമോ നഗരമോ നാട്ടിൻപുറമോ എന്നില്ലാതെ എല്ലാവരും വായനയുടെ ലോകത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് മലയാളിയെപ്പോലെ അത് ഏത് തലത്തിൽ പ്രവർത്തിക്കുന്നവരെ, തൊഴിലാളിയാവട്ടെ കർഷകനാവട്ടെ ആരായാലും വായനയുടെ ഒരു തലത്തിൽ നിൽക്കുന്നവരാണ്. ആ ഒരു വായന സംസ്കാരം നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്നത് തീർച്ചയായിട്ടും പുസ്തക പ്രസാധകരാണ്. അവർക്കിടയിൽ ശ്രീ രവി DC-യുടെ സംഭാവന പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. വർഷങ്ങളായി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും പുസ്തകങ്ങൾ അച്ചടിക്കുക മാത്രമല്ല, അത് എഴുതുക മാത്രമല്ല, എഴുത്തുകാരൻ്റെതായ സൃഷ്ടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വായിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് എഴുത്തുകാരനും അതിൻ്റെ ആ എഴുത്തിൻ്റെതായ പൂർണ്ണത ലഭ്യമാവുക. ആ ഒരു ദൗത്യം നന്നായി നിർവഹിക്കുന്ന രവി DC-യെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകമേളയോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരികോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ശ്രീ ONV കുറുപ്പിന്റെ ഇതിഹാസ കാവ്യമായ ഉജ്ജയിനിയുടെ ഡീലക്സ് എഡിഷൻ പ്രകാശനമാണ്. പ്രകാശനം നിർവഹിക്കുന്നതിന് ദേശാഭിമാനി എഡിറ്റർ ശ്രീ പ്രഭാവർമ്മയെയും സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ AP അനിൽകുമാറിനെയും ക്ഷണിക്കുന്നു. ഇനി ശ്രീ പ്രഭാവർമ്മ നമ്മോട് സംസാരിക്കുന്നു. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ശശി തരൂർ അവർകൾ, ശ്രീ ബാബു പോൾ സാറ്, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ശ്രീ അനിൽകുമാർ അവർകൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ PT ചാക്കോ, സദസ്സിലുള്ള ബഹുമാന്യരായ സഹൃദയരെ, സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യ പ്രവർത്തകനും സാംസ്കാരിക നായകനുമായിരുന്ന DC കിഴക്കേമുറി സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ടല്ലാതെ
ഈ വേദിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് ഉചിതമാവില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മലയാള പുസ്തക പ്രസാധന രംഗത്തിൻ്റെ മുഖശ്രീ എന്ന രീതിയിൽ DC ബുക്സിനെ വളർത്തി ഉയർത്തുന്നതിൽ DC കിഴക്കേമുറി സാർ വഹിച്ച പങ്ക് മലയാളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. DC കിഴക്കേമുറി സാർ കൊളുത്തി നീട്ടിയ ആ ദീപശിഖ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് ഇന്ന് ശ്രീ രവി DC-യും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മുൻപോട്ട് പോകുന്നു. ആ പ്രയാണത്തിനിടയിൽ ഈ വിധത്തിൽ ഒരു 13 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം നടത്തുന്നു. ആ പുസ്തകോത്സവവുമായി ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്കുള്ള സന്തോഷം, അഭിമാനം ചെറുതല്ല. ഇവിടെ 2 പുസ്തകങ്ങളാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഒന്ന് ശ്രീ PT ചാക്കോ രചിച്ച കൃതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച്. അത് വായിക്കാൻ എനിക്കിട വന്നിട്ടില്ല എങ്കിൽ പോലും അത് ധാരാളം അനക്ഡോട്ട്സ് നിറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊന്ന് മഹാകവി ONV-യുടെ ഉജ്ജയിനിയുടെ ഡീലക്സ് പതിപ്പാണ്. PT ചാക്കോയുടെ പുസ്തകത്തെക്കുറിച്ച് എനിക്കുള്ള ധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനക്ഡോട്ട്സുകളുടെ കൂടി ഒരു സമാഹാരമാണ് അത് എന്നതാണ്. പാശ്ചാത്യ നാടുകളിലൊക്കെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, ഈ അനക്ഡോട്ട്സ് ഒക്കെ പകർത്തി രേഖപ്പെടുത്തി സൂക്ഷിക്കുക എന്നത് വളരെ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ ആ വഴിക്ക് വേണ്ടത്ര ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അത്തരം അനക്ഡോട്ട്സ് ധാരാളമായി വായിക്കാൻ കഴിയുന്ന നമ്മുടെ തന്നെ മനസ്സിലൊരു പുതിയ പ്രകാശം നിറയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഡിസ്രയേലിയും ഗ്ലാഡ്സ്റ്റണും തമ്മിലുള്ള ഒരു സംവാദത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. ഡിസ്രയേലിയും ഗ്ലാഡ്സ്റ്റണും പരസ്പരം ശത്രുക്കളായിരുന്നുവെന്നും വ്യത്യസ്ത വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. ഡിസ്രയേലി ഗ്ലാഡ്സ്റ്റൺ ഇരുവരും ഒരു ഒറ്റയടി പാതയിലൂടെ മുഖാമുഖം വരികയായിരുന്നു. അങ്ങനെ വരുന്നപ്പോൾ ഡിസ്രയേലി പറഞ്ഞു, ഐ ഡോണ്ട് ഗിവ് വേ ടു ഫൂൾസ്. ഒരാൾ വഴിയിൽ നിന്ന് മാറിക്കൊടുത്താലേ മറ്റൊരാൾക്ക് കടന്നു പോകാൻ പറ്റൂ. അപ്പോൾ ഡിസ്രയേലി പറഞ്ഞു, ഐ ഡോണ്ട് ഗിവ് വേ ടു ഫൂൾസ്. അപ്പോൾ ഗ്ലാഡ്സ്റ്റൺ ബട്ട് ഐ ഡു എന്ന് പറഞ്ഞ് വഴി മാറിക്കൊടുത്തു. ഇതുപോലെയുള്ള ബുദ്ധി കൂർമ്മതയുള്ള ചില സംവാദങ്ങൾ, ജീവിതത്തിലെ ചില ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ, ഇന്ത്യയിൽ പൊതുവെ തന്നെ വേണ്ട വിധത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോവുകയാണ്. പുതിയ തലമുറയ്ക്ക് അത് അജ്ഞാതമായി അവശേഷിക്കുകയുമാണ്. ആ പൊതുസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ സുഹൃത്തായ ശ്രീ PT ചാക്കോ ഈ വിധത്തിൽ ഒരു കൃതി രചിച്ചു എന്ന് കാണുന്നതിൽ എനിക്കുള്ള സന്തോഷം ചെറുതല്ല. അതോടൊപ്പം തന്നെ ONV സാറിൻ്റെ വളരെ ശ്രദ്ധേയമായൊരു കൃതി, അദ്ദേഹത്തിൻ്റെ കാവ്യജീവിത ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ ഘട്ടത്തെ കുറിക്കുന്ന കൃതി, അതാണ് ഉജ്ജയിനി. കാവ്യാഖ്യായികയാണത്, ഏതാണ്ട് ഒരു മെഗാ നറേറ്റീവ് എന്ന് പറയാം. പൊതുവെ മെഗാ നറേറ്റീവ്സ് സാഹിത്യത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, പൊതുവെ കാപ്സ്യൂൾ രചനകൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ONV സാറ് ഈ വിധത്തിലൊരു കാവ്യാഖ്യായിക രചിക്കാൻ തയ്യാറായി. അത് അധികാരവും കലയും തമ്മിലുള്ള സ്നേഹദ്വേഷ സമ്മിശ്രമായൊരു ബന്ധത്തെ, ആ ബന്ധത്തിൻ്റെ സൂക്ഷ്മ സങ്കീർണതകളെ അപഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒന്നാണ്. വിക്രമാദിത്യനും കാളിദാസനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലെ സ്നേഹവും ദ്വേഷവും, അധികാരവും കലയും തമ്മിലുള്ള ബന്ധമാണ് അതിൽ അപഗ്രഥിക്കപ്പെടുന്നത്. അധികാരത്തിന് പലപ്പോഴും കലയോടൊരു അസഹിഷ്ണുതയുണ്ടാവും. അങ്ങനെ കലയോട് അസഹിഷ്ണുത ഉണ്ടായതുകൊണ്ടാണ് രാജാരവിവർമ്മ തിരുവനന്തപുരത്ത് കടക്കാൻ പാടില്ല എന്നൊരു ഘട്ടത്തിലൊരു വിലക്കുണ്ടായത്. കവിയായ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ടതും അധികാരത്തിന് കലയോടൊരു അസഹിഷ്ണുത ഉണ്ടായതുകൊണ്ടാണ്. അതേപോലെ വിക്രമാദിത്യ സദസ്സിൽ നിന്ന് കാളിദാസൻ തങ്ങി പോകേണ്ടി വന്നതും അധികാരത്തിന് കലയോടൊരു അസഹിഷ്ണുത ഉണ്ടായതുകൊണ്ടാണ്. ഈ വിധത്തിലുള്ള ബന്ധം, സ്നേഹദ്വേഷ സമ്മിശ്രമായ ബന്ധം അധികാരത്തിനും കലയ്ക്കുമിടയിൽ നിലനിൽക്കുന്നു. അതിൻ്റെ സൂക്ഷ്മ സങ്കീർണതകളിലേക്ക് ONV സാർ കടന്നു ചെല്ലുന്നു ഈ പുസ്തകത്തിലൂടെ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ കൃതി ഖണ്ഡശ പ്രസിദ്ധീകരിച്ച് തീരുന്ന ഘട്ടത്തിൽ തന്നെ ആ കൃതിയോട് ഒപ്പം പോയി ഒരു പഠനം രചിക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കൃതിയെ വളരെ അടുത്ത് നിന്ന് കാണാനും വളരെ ഗാഠമായ ഒരു പാരായണത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ സമയച്ചുരുക്കം മൂലം അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ONV സാർ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പണ്ട് തന്നെ നമ്മളോട് പറഞ്ഞു, മണ്ണിൻ്റെ ആത്മാവിൽ നിന്നും ഒരു പൊന്മുത്തെടുത്ത് തരാം ഞാൻ എന്ന്. ഒരു പൊന്മുത്തല്ല,
മുത്തുകളുടെ ഒരു മഹാസഞ്ചയം, ഒരു രത്നാകരം തന്നെ മലയാളിക്ക് വേണ്ടി അദ്ദേഹം പിന്നീടുള്ള 6 പതിറ്റാണ്ട് കാലത്തെ കാവ്യ ജീവിതത്തിലൂടെ തന്നു എന്ന് നമുക്കറിയാം. അതിന് ഉള്ള കൃതജ്ഞത അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരം എന്ന നിലയ്ക്കാവണം അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. വ്യത്യസ്തങ്ങളായ ജീവിതഘട്ടങ്ങളിലൂടെ, കാവ്യ ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ONV സാറ്. ആദ്യഘട്ടത്തിൽ ഒരു ശോണച്ഛവി കലർന്ന ഒരു ഉണർവിൻ്റെതായ ഒരു കാലത്തെ മുൻനിർത്തിയുള്ള ഉണർത്തുപാട്ടുകളുടേതായ ഒരു കാലം. അത് കഴിഞ്ഞ് ആ ഉണർവൊക്കെ വേണ്ട പോലെ പ്രകാശിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുകയും ആ സങ്കടം കവിതയായി വരികയും ചെയ്ത ഒരു കാലം. അതിനുശേഷം ഗ്രഹാതിരത്വം നിറഞ്ഞ ചോറൂണ് പോലെയുള്ള കവിതകളുടേതായ ഒരു കാലം. അതിനും ശേഷം ഭൂമിക്കൊരു ചരമഗീതം പോലെ, സൂര്യഗീതം പോലെ ഈ കോസ്മിക് ഡയമെൻഷനിലേക്ക് കടന്നു പോകുന്ന കാവ്യ വ്യക്തിത്വത്തിൻ്റെതായ ഒരു കാലം. അതിനും ശേഷമാണ് ഈ വിധത്തിലുള്ള കാവ്യാഖ്യായികയുടേതായ ഒരു കാലം വരുന്നത്. അതിനും ഇപ്പുറത്ത് ദിനാന്തം പോലെ ഉള്ള കൃതികളുടേതായ ഒരു കാലമുണ്ടായി. വ്യത്യസ്ത കാലഘട്ടങ്ങളിലാകെ നമ്മുടെ വായനാ സമൂഹത്തിന് സ്വീകാര്യമാവുന്ന വിധത്തിൽ സ്വന്തം പ്രതിഭയെ, സ്വന്തം ഭാവനയെ നവീകരിച്ച് ശുദ്ധീകരിച്ച് കടന്നു പോന്നിട്ടുണ്ട് ONV സാറ്. അതുകൊണ്ടാണ് ഏറ്റവും പുതിയ തലമുറയ്ക്ക് പോലും അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാവ്യാഖ്യായികകൾ ഒക്കെ സ്വീകാര്യമായി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വായനാ സമൂഹത്തിനിടയിൽ വിപുലമായ സ്വീകാര്യത ഉണ്ടാക്കിയ ഒരു കൃതിയുടെ ഡീലക്സ് പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു കൃതി പ്രകാശനം ചെയ്യാൻ ഇടവന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ധന്യമായ ഒരു മുഹൂർത്തമായി ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കും. ആ കൃതിക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വീണ്ടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. OC സ്റ്റോറീസിനെ കുറിച്ച് സംസാരിക്കുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനും ഡോക്ടർ D. ബാബു പോൾ IAS സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സഹോദരി സഹോദരന്മാരെ, ഒരു അത്ഭുത പ്രതിഭാസമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി. ജനാധിപത്യ ചരിത്രത്തിൽ പക്വതയേറിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ അപരിചിതമല്ലെങ്കിലും കേരളം പോലെ ഉള്ള സമൂഹങ്ങളിൽ അത്യന്തം വിസ്മയജനകമായ ഒരു പരാമർശത്തിന് ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം അർഹനായി എന്നത് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സൗകര്യം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ജ്യോതിഷ വിജ്ഞാനം ഉപയോഗിച്ച് ഭാവി മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീമാൻ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചിരുന്ന കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്യം എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പറഞ്ഞതെങ്കിൽ പോലും പിണറായി പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. മിനിയാന്നോ അതിൻ്റെ തലേ ദിവസമോ ഉണ്ടായിരുന്ന പത്രത്തിൽ പിണറായിയുടെ അഭിമുഖമായിട്ട് വന്നൊരു വാക്യമാണ്, ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ഉപരോധ സമരം നടത്തിയ കക്ഷിയുടെ നേതാവായ മനുഷ്യനാണ്. അതായത് ഒരേ സമയം ഉമ്മൻചാണ്ടിയുടെ മഹത്വത്തെയും പിണറായി വിജയൻ്റെ നന്മയെയും തെളിയിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായിയിൽ നിന്ന് ഇങ്ങനൊരു പ്രശംസാപത്രം വാങ്ങിക്കുവാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന്. ഉമ്മൻചാണ്ടിയെ എനിക്ക് ബാവ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് മുതൽ അറിയാം. ബാവയുടെ കൈ അഗ്നിയും അൾത്താരയും സാക്ഷിയാക്കി പിടിക്കുന്നതിന് മുമ്പേ എൻ്റെ കൈ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി. 40-45 വർഷത്തെ പരിചയമാണ്. ഈ കേൾക്കുന്ന കഥകളൊക്കെ ശരിയാണെന്ന് നമുക്കറിയാം. ബീഹാറിൽ കർപ്പൂരി താക്കൂർ എന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇതുപോലെ ഒരു ജനകീയനായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോകുന്ന ആളുകൾക്ക് അദ്ദേഹം എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്ന് അറിയാനൊക്കില്ല, വലിയ തിരക്കാണ്. ഒരു ദിവസം അതിബുദ്ധിമാനായ ഒരാൾ തീരുമാനിച്ചു, അദ്ദേഹം ഉറങ്ങുന്ന കട്ടിലിൽ കിടന്നാൽ രാത്രി എപ്പോൾ വന്നാലും അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി എന്നെ ഉണർത്തി ഇറക്കി വിടുമല്ലോ, അപ്പോൾ ഒരു വാക്ക് സംസാരിച്ചേക്കാം. ഇയാൾ രാജാ കേശവദാസൻ
പോക്കുമൂസ റാവുത്തറുടെ കൂടെ വന്നപ്പോൾ രാജകൊട്ടാരത്തിൽ ഉറങ്ങിപ്പോയതുപോലെ കിടന്നുറങ്ങിപ്പോയി. തുണി വിരിഞ്ഞു പോയതായി ചരിത്രമില്ല. എന്നാൽ ഉണർന്ന് അന്വേഷിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ വന്നുവെന്നും തൻ്റെ കട്ടിലിൽ ഏതോ ഒരു വോട്ടർ കിടന്നുറങ്ങുന്നത് കണ്ട് അദ്ദേഹം താഴെ കിടന്നുറങ്ങിയിട്ട് രാവിലെ 6 മണിക്കുള്ള ട്രെയിനിന് വടക്കൻ ബീഹാറിലേക്ക് പോയി എന്നും അറിയുന്നത്. ആ കർപ്പൂരി താക്കൂറിൻ്റെ ഒരു പുതുപ്പള്ളി പതിപ്പാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ജനകീയത നമുക്കൊക്കെ അറിയാം. ഈ നിങ്ങളിൽ അധികം പേർക്ക് അറിയാൻ വയ്യാത്തത് ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ സർവീസിലുള്ള കാലത്താണ് ആണോ പെൻഷനായിട്ട് ഉടനെയാണോ? സർവീസിലുള്ള കാലത്തായിരിക്കില്ല. അതിനാണെങ്കിൽ VIP മുറിയിലൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. പെൻഷനായി കഴിഞ്ഞിട്ട് സാധാരണ മനുഷ്യരുടെ കൂടെ വിമാനത്തിൽ കയറാനിരുന്നപ്പോഴാണ് എന്നെ കണ്ടുകൊണ്ട് ഒരാൾ പരിചയം ഭാവിച്ച് അടുത്ത് വന്ന് തൊഴുതു. ഞാൻ പറഞ്ഞു, എവിടെ പോണു? മദ്രാസിന് പോണു. എന്താ കാര്യം? അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി പോവുകയാണ്. ആർക്ക്? നിങ്ങൾക്ക്? അമേരിക്ക അല്ല, എനിക്കല്ല, മകന് വേണ്ടിയാണ്. മകന് അമേരിക്കയിൽ പഠിക്കാൻ പോവുകയാണോ? അല്ല. പിന്നെ മകൻ ജോലിക്ക് പോവുകയാണോ? ജോലി കിട്ടിയിട്ടില്ല, കിട്ടും. അമേരിക്കയിൽ ജോലി കിട്ടുമെന്ന് എന്താണ് ഉറപ്പെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന MLA ബാഗ് എന്ന് നാട്ടുകാർ വിളിക്കുന്നതും വിഷ്ണുനാഥൻ്റെ കയ്യിൽ ഇല്ലാത്തതുമായ തരം ഒരു സഞ്ചി എടുത്തു. ആ സഞ്ചിയിൽ നിന്ന് ഒരു എഴുത്തെടുത്ത് എന്നെ കാണിച്ചു. ആ എഴുത്തെടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞുഞ്ഞിൻ്റെ എഴുത്തുണ്ട്. ഞാനത് വായിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പച്ച നിറത്തിലുള്ള MLA ലെറ്റർ ഹെഡിൽ ഉള്ള എഴുത്താണ്. പ്രിയപ്പെട്ട ക്ലിൻ്റൺ, ബിൽ ക്ലിൻ്റൺ ആണ് നമ്മുടെ പ്രസിഡന്റ്. പ്രിയപ്പെട്ട ക്ലിൻ്റൺ ഈ വരുന്ന ഗോപാലപിള്ള പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകന് അവിടെ വന്നാൽ ഒരു ജോലി കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. വേണ്ടത് ചെയ്യുമല്ലോ. അടുത്ത പാരഗ്രാഫ്, മാഡം ഹിലാരിയെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം എന്ന് സ്വന്തം ഉമ്മൻചാണ്ടി. ഇതുമായിട്ടാണ് വിസയ്ക്ക് പോണത് പുതുപ്പള്ളിക്കാരൻ ഗോപാലപിള്ള. ഇതാണ് ഉമ്മൻചാണ്ടി. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു ഭരണാധികാരിയായിട്ട് കണ്ടപ്പോൾ കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിമാർ 5 or 6 പേരുടെ പേര് പറഞ്ഞാൽ അതിലൊരാളാണ് ഉമ്മൻചാണ്ടി. 1977 അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ മന്ത്രിയായിരുന്ന കാലത്ത് ഓഫീസിൽ നിന്നിറങ്ങി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തി ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ വന്ന് തിരുവനന്തപുരത്തുകാരെ വാഞ്ചി എന്ന് പറയുന്ന നാരങ്ങാ വെള്ളം വാങ്ങിച്ചു കുടിച്ച് വർത്തമാനവും പറഞ്ഞ് പോകുമായിരുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി. സ്റ്റേറ്റ് കാറിൻ്റെ ചുമന്ന ബോർഡ് മാറ്റിവെച്ച് യാത്ര ചെയ്തിട്ട് അദ്ദേഹം ഇടുക്കിയിൽ പോലീസുകാർക്ക് തലവേദനയായി. പോലീസുകാരെ വഴിയിൽ നോക്കിയിരുന്നു, മന്ത്രി വരുന്നില്ല. മന്ത്രി വന്നിട്ട് പോയി കഴിഞ്ഞിട്ട് കർപ്പൂരി താക്കൂർ കിടന്ന് എഴുന്നേറ്റ് പോയതുപോലെയാണ്. എന്താ കാരണം? സാധാരണ അംബാസഡർ കാറിൽ കൊടി വയ്ക്കാതെ ചുവന്ന ബോർഡില്ലാതെയാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ ഒരു കാര്യം അറിയണം, പട്ടംതാണുപിള്ള തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായ കാലം മുതൽ ആഗ്രഹിച്ചതാണ് ചെങ്കൽ ചൂളയിലെ പുനരധിവാസം. അതാദ്യത്തെ ബ്ലോക്ക് പൂർത്തിയാക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൗസിംഗിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി 1977 കേരളത്തിൽ 1 വർഷം മന്ത്രിയായിരുന്നപ്പോഴാണ്. ഇന്ന് ചെങ്കൽ ചൂളയിൽ കാണുന്ന കെട്ടിടങ്ങളുടെ ഒക്കെ തുടക്കം അവിടെ നിന്നാണ്. അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ, ചില തീരുമാനങ്ങളുമായി എന്നോട് ചർച്ച ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്. ഈവനിങ് കോളേജുകൾ, ഇവിടെ ഓപ്പൺ സ്കൂളും ഓപ്പൺ യൂണിവേഴ്സിറ്റിയും വന്നാൽ പിന്നെ ഈവനിങ് കോളേജിൻ്റെ ആവശ്യമില്ല. അത് തിരിച്ചറിഞ്ഞ് ധൈര്യമായി നിർത്തി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, കേരളത്തിലെ മലയാളികൾക്ക് എപ്പോഴും വൈകുന്നേരം പഠിക്കാൻ വേണം, തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വേണ്ട അധ്യാപകർക്ക് വേക്കൻസി പോയി. പക്ഷെ ഒരാവശ്യവുമില്ലാത്തൊരു പരിപാടിയായിരുന്നു, നിർത്തി. യൂണിവേഴ്സിറ്റി കോളേജസ് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. അത് പിന്നീട് വന്ന നായനാർ സർക്കാർ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ പോലും അതൊരു ഉചിതമായ തീരുമാനം തന്നെയായിരുന്നു. ഇങ്ങനെ ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് നല്ല സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ആരും ഇരിക്കപ്പുറത്ത് കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെയും അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ അംശം ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഇവിടെ നിന്ന് എന്നെ പോകുമായിരുന്നു എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബഹുഭൂരിപക്ഷത്തിനും ബോധ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പിണറായിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്.
അപ്പം ഞാൻ അന്വേഷിച്ചു, ഞാനൊന്ന് ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ഇത്. അദ്ദേഹത്തിന് അനിഴം നക്ഷത്രമാണ്, ചന്ദ്രദശയാണ്. അപ്പം അതുകൊണ്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൂടി, കാരണം വ്യാഴം മാറി. ഉപരോധ സമരം പിൻവലിച്ചാലും ചീമൊട്ട സമരം നിർത്തണമെന്ന് ഞാൻ ലേഖനം എഴുതിയാലും അടുത്ത ജൂൺ വരെ ഇതൊക്കെ കാണും. അത് കഴിയുമ്പോൾ ഇത് തീർന്നോളും. അതാണ് ജാതകവശാൽ കാണുന്ന വിഷയം. ചന്ദ്രൻ പൊതുവെ ബലഹീനനാണ്, അതുകൊണ്ട് ചന്ദ്രദശ അത്ര നല്ലതാവാൻ വഴിയില്ല. ഇപ്പം വ്യാഴം കൂടെ കുഴപ്പമായപ്പോഴാണ് ഇത്രയും വന്നത്, എങ്കിലും നേരെയായി. അതുകൊണ്ട് PT ചാക്കോയോടും പള്ളിയിൽ പോകുന്ന സത്യക്രിസ്ത്യാനികളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകമായി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും എല്ലാ ദിവസവും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു കൊന്ത ചൊല്ലി സമർപ്പിക്കുകയും ചെയ്താൽ ഉമ്മൻചാണ്ടിക്ക് ദോഷം കുറഞ്ഞു കിട്ടും. വാസുദേവ ശർമ്മയെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതായിട്ടുള്ളത്, എല്ലാ ഞായറാഴ്ചയും ശിവക്ഷേത്രങ്ങളിൽ ഇളനീർധാര ഏർപ്പാടാക്കണം. അനിഴം നക്ഷത്രമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആർക്കെങ്കിലും പൂജാരിക്ക് വീണിൽ ഊച്ചാന്ന് എഴുതി കൊടുത്താൽ മതി. ഞാനങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതാറുണ്ട്, പേരാതെ മനസ്സിലാവുന്നത്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഇളനീർധാരയും കൂടെ നടത്തി കൊടുക്കണം. ഈ ഇളനീർധാര നടത്തുന്നതിന് ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് സ്വല്പം ശാന്തമായിട്ടിരിക്കാനും തലയൊന്ന് തണുത്ത് കിട്ടാനും ആരുടെ ഉപദേശം സ്വീകരിക്കണമെന്നും ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നുള്ള തിരിച്ചറിവുണ്ടാകാനുമാണ് ഈ ശിവന്റെ ഇളനീർധാര. അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്താൽ അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ തലവേദനയ്ക്ക് ഒരു ശമനം കിട്ടും. മാറുമെന്നൊന്നും പറയുന്നില്ല, എങ്കിലും വേറെ ഒരു ന്യായവും പറയാനില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന IAS ഏറ്റവും പ്രഗത്ഭന്മാരായ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. രാഷ്ട്രീയത്തിലെ നിഷ്കളങ്കതയുടെയും സത്യസന്ധതയുടെയും ആളുരൂപമായ ആലപ്പുഴക്കാരൻ ശർമ്മയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. പിന്നെ എവിടെയാണ് പിഴയ്ക്കുന്നത്? ഈ ജാതകം കൊണ്ടല്ലാതെ യാതൊരു വ്യാഖ്യാനവും ഇതിന് പറയാൻ ഞാൻ കാണുന്നില്ല. ഉമ്മൻചാണ്ടി കള്ളനോ കവർച്ചക്കാരനോ ആണെന്ന് ആരും പറയുകയില്ല എന്നുള്ള തെളിവ് പിണറായി തന്നെ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടകാലമാണ്. ഇതൊക്കെ മാറും. എല്ലാ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഏറിയും മറിഞ്ഞും ഒക്കെ വരും എന്ന് ഉള്ളതുകൊണ്ട് സാരമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇവിടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഇപ്പോഴാരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പോൾ പറഞ്ഞാൽ ശോഭിക്കുകയുമില്ല. പക്ഷേ 15-20 കൊല്ലം കഴിഞ്ഞ് കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആളുകൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തൊക്കെ നടന്നു എന്ന് കണക്കെഴുതി തിട്ടപ്പെടുത്തുമ്പോഴാണ് അച്യുതമേനോൻ്റെ അടുത്തുള്ള സ്ഥാനത്തിന് ഉമ്മൻചാണ്ടി അർഹനാണ് എന്ന് തെളിയാൻ പോകുന്നത് എന്ന് ധൈര്യമായി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദർഭത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് DC-യെ ഞാൻ ഓർമ്മിച്ചു കൊള്ളട്ടെ. DC ഇവിടെ ശശി പറഞ്ഞതുപോലെ തന്നെ എൻ്റെയും പ്രസാധകനാണ് എന്ന് മാത്രമല്ല 1961 ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ ആദ്യത്തെ പുസ്തകം അച്ചടിച്ച് ഒരു വിദ്യാർത്ഥിയായ ഗ്രന്ഥകർത്താവാക്കി എന്നെ മാറ്റിയത് DC കിഴക്കേമുറിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയെ ഞാൻ മാനിക്കുന്നു, ആദരിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ എഴുതിയിട്ടും പറഞ്ഞിട്ടുമുള്ളതാണ്, മുഖ്യമന്ത്രിക്ക് ആലോചിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം കേരളത്തിൽ വായനാ ദിനം നമുക്ക് വേറെയുണ്ട്, ഒരു പുസ്തക ദിവസമായി ആചരിക്കുന്ന കാര്യം ആലോചിക്കണം. കേരളത്തിലെ പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് പുസ്തകങ്ങൾ, ഞാൻ എഴുതുന്ന പുസ്തകം പോലും മനുഷ്യൻ വാങ്ങിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൊള്ളാവുന്നവർ എഴുതുന്ന പുസ്തകം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, വായന മരിക്കുന്നില്ല. അതുകൊണ്ട് അതിനൊക്കെ വഴിവെച്ച ഒരാളാണ് DC കിഴക്കേമുറി. ഈ മലയാളത്തിലെ സർവീസ് സ്റ്റോറി എന്നുള്ള ഒരു ശാഖ ആ മനുഷ്യൻ്റെ ആശയമാണ്. ആദ്യമായി സർവീസ് സ്റ്റോറി എഴുതിയത് ഇടുക്കി കളക്ടറായിരുന്ന കാലത്തെ അനുഭവങ്ങളെ കുറിച്ച് 1976 DC ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ എൻ്റെ ഗിരിപർവമാണ് മലയാളത്തിലെ ആദ്യത്തെ സർവീസ് സ്റ്റോറി. സർവീസ് സ്റ്റോറി എന്നുള്ള പേരതിനില്ല, പക്ഷേ സർവീസിലിരിക്കുന്ന ഒരാൾ സർവീസിലെ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയത്. അത് DC-യുടെ ആശയമാണ്. ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളൊക്കെ സാക്ഷികൾ മാത്രമാണ്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും മഹാനായൊരു മനുഷ്യനായിരുന്നു DC കിഴക്കേമുറി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടെ നമസ്കരിച്ചുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ ചരമദിനം കേരളത്തിലൊരു പുസ്തക ദിവസമായി ആണ്ടുതോറും ആചരിക്കുവാനുള്ള ഏർപ്പാടുകൾ കൂടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് ഉണ്ടാകണം എന്ന് കൂടെ അപേക്ഷിക്കുന്നു. ആഹ്ലാദകരമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ശ്രീമാൻ P.T. ചാക്കോ എഴുതിയ ഈ പുസ്തകത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. അത് മലയാളത്തിൽ വന്നപ്പോൾ നല്ലതാണ്. നായനാർ ഫലിതങ്ങൾ വന്നിട്ടുണ്ട്, സീതി ഹാജിയുടെ ഫലിതങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ നായനാരുടെ വ്യക്തിത്വം ഒന്ന് വേറെയാണ്, ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വം വേറെയാണ്. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രഭാവർമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ഉന്നതരായ ജനകീയ നേതാക്കളെ തിരിച്ചറിയാൻ ഇതുപോലെയുള്ള ചില അവർ ഓഫ് ഗാർഡായി നിൽക്കുന്ന SPG-ക്കാരുടെയും കരിമ്പൂച്ചകളുടെയും സാന്നിധ്യത്തിലല്ലാതെ നിൽക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളായിരിക്കും ഭാവിയിൽ സഹായകീഭവിക്കുക എന്ന് ഓർത്തുകൊണ്ട് P.T. ചാക്കോയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൊന്ത ചെല്ലുവാനും ശിവക്ഷേത്രത്തിൽ ഇളനീർധാര നടത്തുവാനും പ്രഭാവർമ്മ ഒഴികെ ഉള്ള എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ P.C. വിഷ്ണുനാഥ് MLA ക്ഷണിക്കുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി, ആദരണീയനായ കേന്ദ്രമന്ത്രി ശശി തരൂർ, സംസ്ഥാന ടൂറിസം മന്ത്രി ശ്രീ A.P. അനിൽകുമാർ, ശ്രീ ബാബു പോൾ സാറ്, ശ്രീ പ്രഭാവർമ്മ സാറ്, പ്രിയപ്പെട്ട ശ്രീ P.T. ചാക്കോ, രവി DC, ബഹുമാനിയരെ, ഈ ചടങ്ങിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. DC ബുക്സിൻ്റെ ഈ പുസ്തകോത്സവം തലസ്ഥാനത്തെയും കേരളത്തിൽ നിന്ന് തന്നെ വിവിധ ജില്ലകളിൽ നിന്നും എല്ലാ വർഷവും ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ പുസ്തകപ്രേമികൾ ഒരു തീർത്ഥാടനം പോലെ എത്തുന്ന ഒരു സന്ദർഭമാണ് DC ബുക്സിൻ്റെ ഈ പുസ്തകോത്സവം. 100,000-ലധികം വായനക്കാരാണ് ഓരോ വർഷവും ഈ പുസ്തകമേളയ്ക്കായി ഇവിടെ എത്തുന്നത് എന്നുള്ളത് പ്രത്യേകമായ പ്രാധാന്യം അർഹിക്കുന്നു. ഞങ്ങൾ ബഹുമാനായ സാംസ്കാരിക ടൂറിസം മന്ത്രിയോട് പറയുകയായിരുന്നു, ഇവിടെ ഇനി ഈ നിൽക്കുന്ന സ്ഥലം അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ടൂറിസം വകുപ്പ് പ്രത്യേക ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു പ്രത്യേക രൂപത്തിലേക്ക് ഗവൺമെൻറ് മാറ്റുകയാണ്. പക്ഷെ ആ സമയത്തും ഇവിടെ പുസ്തക മേളകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥിരം വേദി അതിൻ്റെ ഭാഗമായി ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തണമെന്ന നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. അദ്ദേഹം അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. ഇന്നിവിടെ 2 പുസ്തകങ്ങൾ, ഒന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ OC സ്റ്റോറീസാണ്, OMV കുറുപ്പ് സാറിൻ്റെ ഉജ്ജയിനിയുടെ പുതിയ പതിപ്പിൻ്റെ പ്രകാശനമാണ്. ഉമ്മൻചാണ്ടി സാറുമായി ഞങ്ങളൊക്കെ പലപ്പോഴും, ഞാൻ KSUവിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോഴെല്ലാം യാത്ര ചെയ്ത് ചിലപ്പോഴൊക്കെ അദ്ദേഹം ക്ഷീണിച്ച് നമ്മളിരിക്കുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ കാണാം അദ്ദേഹത്തിൻ്റെ തല നമ്മുടെ തോളിലിരിക്കുന്ന കാണാം. അദ്ദേഹം നന്നായിട്ട് ഉറങ്ങുകയാണ്. നമ്മൾ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാൾ നന്നായി അദ്ദേഹം അടുത്ത ഒരു ഫോൺ വരുമ്പോൾ പക്ഷേ പെട്ടെന്ന് ബെല്ലടിക്കുമ്പോഴേ അദ്ദേഹം തന്നെ ഉണരും, ഫോൺ അറ്റൻഡ് ചെയ്യും, വീണ്ടും ഉറങ്ങും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ 5 മിനിറ്റൊക്കെ വെച്ച് അദ്ദേഹം പലപ്പോഴും യാത്രയിൽ ഒരുപാട് ഉറങ്ങാറുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരുപാട് നല്ല കഥകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, KSU കാലം മുതലുള്ള അനുഭവങ്ങൾ യാത്രയിൽ പറയാറുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കാർ നിർത്തുമ്പോൾ ഈ TV ചാനലിൻ്റെ ഈ റിപ്പോർട്ടർമാരും ക്യാമറാമാന്മാരും എല്ലാം ഈ മൈക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തോ രാഷ്ട്രീയത്തിൽ വലിയ സംഭവങ്ങളുണ്ടായി, അതിൻ്റെ സംഘർഷങ്ങളാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ സംഘർഷവും നിറഞ്ഞ വലിഞ്ഞു മുറുകിയ ഞരമ്പുകളായി നിൽക്കുന്നത് ആ റിപ്പോർട്ടർമാരാണ് പലപ്പോഴും. അവർക്കാണ് സംഘർഷം. അദ്ദേഹം ഒരു സംഘർഷവും ഇല്ലാതെ അതിനുശേഷവും കാറിൽ കയറുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, അപ്പോൾ കുശലം പറഞ്ഞ് പഴയ നർമ്മ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. സംഘർഷം വെളിയിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഞരമ്പ് വലിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ അനുഭവങ്ങൾ അതെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കി ശ്രീ P.T. ചാക്കോ അദ്ദേഹത്തിനെ പ്രത്യേകമായി അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, DC ബുക്സിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി OC സ്റ്റോറീസിന്റെ എഡിറ്ററും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുമായ ശ്രീ P.T. ചാക്കോയെ ക്ഷണിക്കുന്നു. ആരാധനായ മുഖ്യമന്ത്രി, ആരാധനായ കേന്ദ്രമന്ത്രി, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി ശ്രീ P.C. വിഷ്ണുനാഥ് MLA, ശ്രീ ബാബു പോൾ സാർ, ശ്രീ പ്രഭാവർമ്മ, അദ്ദേഹം ഒരു മുൻ പ്രസ് സെക്രട്ടറി കൂടിയാണ്, ശ്രീ DC രവി. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു നിർത്തിയ കഥ പൂർത്തിയാക്കേണ്ട ഒരു ബാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ ആ കഥാപാത്രം
ഈ കുഞ്ഞുഞ്ഞു സ്റ്റോറി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അദ്ദേഹം പേരൊന്നും പറഞ്ഞില്ല. പുതുപ്പള്ളിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് ഒരു കോളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പം പക്ഷെ പുള്ളി ഭയങ്കര ചൂടില്ല, ഇങ്ങനെ പൊട്ടിത്തെറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പൊട്ടിത്തെറിയോടുകൂടിയുള്ള ഒരു സംസാരമാണ്. അപ്പം ഞാൻ പറഞ്ഞ എനിക്കപ്പോഴേ പിടികിട്ടി ഏതോ ഒരു കഥാപാത്രമാണ് എന്നുള്ളത്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്താ സംഭവം. അന്നേരമാണ് പുള്ളി പറഞ്ഞത് ഈ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ കഥാപാത്രമാണ്, പക്ഷെ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പം സാറ് ഒരു നിർദ്ദേശം തന്നിരുന്നു, എല്ലാം പുതുപ്പള്ളിക്കാരാണ്, എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് കഴിവതും ആൾക്കാരുടെ പേരുകളൊക്കെ ഒഴിവാക്കിയാൽ നല്ലതാണ് എന്നൊരു നിർദ്ദേശം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആ പേര് ഒഴിവാക്കിയത്. പക്ഷേ ആ പേര് പോലും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്തായാലും ആ കുഞ്ഞുഞ്ഞു കഥകളുടെ ഇംഗ്ലീഷ് വേർഷനാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ആ ഇംഗ്ലീഷ് വേർഷൻ പുറത്തിറങ്ങാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ഡെമോക്രാറ്റിക് ഗവേണൻസ് ഇൻ കേരള എന്ന വിഷയത്തിൽ ഡൽഹിയിൽ ഒരു വലിയ ഒരു സിമ്പോസിയം നടക്കുകയായിരുന്നു. ജയറാം രമേശ്, ജയപാൽ റെഡ്ഡി തുടങ്ങിയവരാണ് അതിനകത്ത് പങ്കെടുത്തത്. അപ്പം ജയറാം രമേശ് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ പുള്ളി പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു കെട്ട് ആവലാതികളും കേരളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്ത് ഓടി വരുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാറില്ല, ഒരു പകുതിയേ ഇരിക്കത്തുള്ളൂ. കാരണം അദ്ദേഹം അടുത്ത മന്ത്രിയുടെ ഓഫീസിലേക്ക് ഓടാനായിട്ടുള്ള തിരക്കിലാണ്. അപ്പം ഞാൻ ചോദിക്കും, ഡിഡ് യു ഈറ്റ്, ഡിഡ് യു സ്ലീപ്പ്, ഡിഡ് യു ടേക്ക് റെസ്റ്റ്? അപ്പോൾ എല്ലാത്തിനും ഇല്ല 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 എന്നാണ് മറുപടി. അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത, ഉറങ്ങാത്ത, വിശ്രമമേ എടുക്കാത്ത ഒരാളുടെ കൂടെയാണ് ഞങ്ങളെല്ലാവരും 10-12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. ജയറാം രമേശ് ഈ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, കുഞ്ഞുഞ്ഞു കഥകൾ ഡൽഹിയിലുമുണ്ട് എന്ന്. കുഞ്ഞുഞ്ഞു കഥകളുടെ സ്കോപ്പ് കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും കുഞ്ഞുഞ്ഞു കഥകൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയാണ്. അങ്ങനെയാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നത്. അത് പഴയ കുഞ്ഞുഞ്ഞു കഥകൾ മാത്രമല്ല, ഡൽഹിയിലുള്ള കഥകളുണ്ട്, കുറച്ച് പുതിയ സംഭവങ്ങൾ എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെയും വിദേശത്തെയും 60 കാർട്ടൂണിസ്റ്റുകൾ ആണ് ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇമെയിലിലാണ് ബന്ധപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും തിരക്കുള്ള ഇന്ത്യയിലെ എല്ലാ പ്രമുഖ കാർട്ടൂണിസ്റ്റുകളും, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു തുടങ്ങിയ എല്ലാ മേജർ പത്രങ്ങളുടെ കാർട്ടൂണിസ്റ്റുകളും ഇതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. ബെക്കേസി ജോ എന്നൊരു കാർട്ടൂണിസ്റ്റിന്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റാണ്, മെയിൽ അയച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിനകം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഒരു കാരിക്കേച്ചർ അയച്ചു തന്നു. അത് ഈ പുസ്തകത്തിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്തെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാരിക്കേച്ചറാണ് അതെന്നാണ്. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതുപോലെ ഈ പുസ്തകം ഇംഗ്ലീഷിൽ വന്നിരിക്കുന്ന ഈ പുസ്തകം ഡൽഹിയിൽ പ്രകാശനം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അത് മുഖ്യമന്ത്രി സമ്മതിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവം. എന്തായാലും മലയാളത്തിലെ എല്ലാ കാർട്ടൂണിസ്റ്റുകളും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ശ്രീ DC രവി, അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ തന്നെ 4ാമത്തെ പുസ്തകമാണിത്. അദ്ദേഹത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പുസ്തകം നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ഉദ്ഘാടന സമ്മേളനം സമാപനത്തോടടുക്കുകയാണ്. സമ്മേളനത്തിന് ശേഷം ആറ്റിങ്ങൽ ഉപജില്ലയിലെ ചിറയൻകീഴ് രാഗധാര സംഗീത അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ ഉണ്ടായിരിക്കും. ഇനി നന്ദി പ്രകാശനം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് DC ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ AV ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പുസ്തകമേളയിൽ ഉദ്ഘാടന ചടങ്ങിലും എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരോടും ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മുടെ അന്താരാഷ്ട്ര പുസ്തകമേള ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർക്ക് DC ബുക്സിൻ്റെയും
അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുമുള്ള നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പുസ്തക പ്രകാശനം നിർവഹിച്ച ശ്രീ ശശി തരൂർ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശശി തരൂരിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെയും പേരുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. സാംസ്കാരികോത്സവം ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, അദ്ദേഹത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെയും കൃതജ്ഞതകൾ. ONV കുറിപ്പിൻ്റെ ഉജ്ജയിനി എന്ന കൃതി പ്രകാശനം നിർവഹിച്ച പ്രഭാവർമ്മയ്ക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. OC സ്റ്റോറീസ് ഏറ്റുവാങ്ങി നമ്മോട് സംസാരിച്ച ശ്രീ D. ബാബു പോൾ IAS, അദ്ദേഹത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ശ്രീ വിഷ്ണുനാഥ് MLA, അദ്ദേഹത്തിനും ഓരോരുത്തരുടെ പേരിലുമുള്ള കൃതജ്ഞത. പുസ്തകം രചിച്ച OC സ്റ്റോറീസ് രചിച്ച ശ്രീ PT ചാക്കോയ്ക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിനായി എത്തിച്ചേർന്ന നല്ലവരായ വായനക്കാർ, മാധ്യമപ്രവർത്തകർ, പുസ്തകപ്രേമികൾ എല്ലാവർക്കും DC ബുക്സിൻ്റെയും അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും ഉദ്ഘാടന ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിൽ ആറ്റിങ്ങൽ ഉപജില്ലയിലെ ചിറയിൻകീഴ് രാഗധാര സംഗീത അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ ഉണ്ടായിരിക്കും. DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 1ാം ദിവസമായ ഇന്ന് ഈ വേദിയിൽ അല്പസമയത്തിനുള്ളിൽ ആറ്റിങ്ങൽ ഉപജില്ലയിലെ ചിറയിൻകീഴ് രാഗധാര സംഗീത അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ. സാരസാക്ഷ പരിപാലയ മാമയി സന്തതം കരുണയാ ജഗദീശ. 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 സാരസാക്ഷ പരിപാലയ മാമയി സന്തതം. നീരജാസ്ത്രജനകാരികമേ ജഗ. നീരജാസ്ത്രജനകാരികമേ
शास्त्रजनकादिगमे जगनीरद भगरिनायक भयहर नीरजास्त्रजनकादिगमे जगनीरद भगरिनायक भयहर नीरजास्त्रजनकादिगमे जगनीरद भगरिनायक भयहर नीरजास्त्रजनकादिगमे जगनीरद भगरिनायक भयहर सारसाक्ष परिपालय मामयि सन्ततं करुणया जगदीश सारसाक्ष परिपालय मामयि सन्ततम्। भीमसेव्यतम मङ्गललीलमुदा भीमसेव्यतम मङ्गललीलमुदा भीमसेव्यतम मङ्गललीलमुदा कुरु मे कुशलं भवभीतिनाशन चनादुत गुणनिलय कुरु मे कुशलं भवभीतिनाशन चनादुत गुणनिलय भामिनी समुदयाश्रयमोगन भामिनी समुदयाश्रयमोगन पद्मनाभ कमलादरणी वरभामिनी समुदयाश्रयमोहन पद्मनाभ कमलादरणी वरभामिनी समुदयाश्रयमोहन पद्मनाभ कमलादरणी वरसारसाक्ष परिपालय मामयि सन्ततं करुणया जगदीश सारसाक्ष परिपालय मामयि सन्ततम्। അടുത്ത കൃതി പാടുന്നു ശാന്തിനി എസ് കുമാർ, സരോജനാഭ. सरोजनाभगयर्नवमामव शारदेन्दुमुख शेषपुरलय सरोजनाभदय नवमामव शारदेन्दुमुख शेषपुरलय सरोजनाभदय नवमामव शारदेन्दुमुख शेषपुरलय सरोजनाभदय नवमामव शारदेन्दुमुख शेषपुरलय सरोजनाभ रम रम नामर पालक दर रम रम नामर पालक दर
రమ రమ నామర పాలక దాసనోగ భవ భీతి వినాశన దరా రమ రమ నామర పాలక దాసనోగ భవ భీతి వినాశన సరోజనాభ దయా నవమామవ శారదేందు ముఖ శేషపురలయ సరోజనాభ. చారురూపచిత మదన మనోహర లీల చరణాగత సన్నుతలోల కమలాసన సన్నుత వారణేంద్ర భయ నాశన మాధవ చారురూపచిత మదన మనోహర లీల చరణాగత సన్నుతలోల కమలాసన సన్నుత వారణేంద్ర భయ నాశన మాధవ కంబు కండవర కౌస్తుభ విరసిత 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 కరిమన శుభమన విడల కుశలమయి కంబు కండవర కౌస్తుభ విరసిత కరిమన శుభమన విడల కుశలమయి సరోజనాభ దయా నవమామవ శారదేందు ముఖ శేషపురలయ సరోజనాభ. അടുത്ത കൃതി അവതരിപ്പിക്കുന്നത് ശ്രീജ ശ്രീകണ്ഠൻ ജ്ഞാനമ സഹരാധ പൂർവ്വ കല്യാണി രാഗത്തിൽ ആലപിക്കുന്നു. ജ്ഞാനമോ സഹരാധ 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 ഗരുഡഗമനവാദ 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 ജ്ഞാനമോ സഹരാധ నీ నామము చే
పరమాత్ముడు జీవాత్ముడు 14 లోకములకు పరమాత్ముడు జీవాత్ముడు 14 లోకములకు నరకిం పురుషులు నారదాది మోనులు నరకిం పురుషులు నారదాది మోనులు పరిపూర్ణ నిష్కళంగ నిరవధి సుఖదాయక పరిపూర్ణ నిష్కళంగ నిరవధి సుఖదాయక వరత్యాగ రాజార్చిత వారముగనన్నేలు వరత్యాగ రాజార్చిత వారముగనన్నేలు జ్ఞానము సగరాధ గరుడ గమనవాద జ్ఞానము సగరాధ ശങ്കരാഭരണം രാഗത്തിൽ ബാഹുമീര എന്ന കൃതി ആമിന അഫ്താബ് പാടുന്നു. బాగు మీరగను నాతో పలుకగరాదా వాదబాగు మీరగను నాతో పలుకగరాదా వాదబాగు మీరగను నాతో పాలుగగరాదా వాదబాగు
മീരകനുനാതോ പാലുഗരാദ വാദവാഗു മീരകനുനാതോ പാലുഗരാദ വാദവാഗു മീരകനുനാതോ പാലുഗരാദ വാദവാഗു മീരകനുനാതോ പാലുഗരാദ വാദവാഗു മീരകനുനാതോ പാലുഗരാദ. നാഗരാജ ഗിരിനിവാസ നാഗരാജ ഗിരിനിവാസ നാഗരാജ ഗിരിനിവാസ നാഗരാജ ഗിരിനിവാസ നാഗരാജ ഗിരിനിവാസ നളിനാക്ഷ വെങ്കടേശ നാഗരാജ ഗിരിനിവാസ. പല്ലരയാറിൻ്റെ പഞ്ചാരമൺതീരം നെഞ്ചിലൊതുക്കിയ ശോകകാവ്യം ഒരു പൂക്കുയിലിൻ്റെ പുല്ലാങ്കുഴൽനാദം കാലം തകർത്തോരാ ദുഃഖകാവ്യം ഒരു പൂക്കുയിലിൻ്റെ പുല്ലാങ്കുഴൽനാദം കാലം തകർത്തോരാ ദുഃഖകാവ്യം. പല്ലരയാറിൻ്റെ പഞ്ചാരമൺതീരം നെഞ്ചിലൊതുക്കിയ ശോകകാവ്യം. ആയിരമായിരം കാതിൽ പറഞ്ഞിട്ടും വാസര പുഷ്പങ്ങൾ കൊഴിഞ്ഞിട്ടും കൈരടിയുടെ നീർമിഴിക്കോണിലെ കണ്ണുനീർത്തുള്ളികൾ തോന്നില്ല. കഥനം കരടിൽ തീർന്നില്ല. പല്ലരയാറിൻ്റെ പഞ്ചാരമൺതീരം നെഞ്ചിലൊതുക്കിയ ശോകകാവ്യം. ഒരു വീണപ്പൂവിൻ്റെ ദുഃഖത്തിലൊരു തത്വം വിരചിച്ച പൊന്തൂലികേ. ഒരു വീണ പൂവിൻ്റെ ദുഃഖത്തിലൊരു ശോക തത്വം വിരചിച്ച പൊന്തൂലികേ. അന്ത്യവിശ്രമം കൊള്ളും ഈ പുണ്യപുളിനത്തിൽ ദർശനം പോലും പുണ്യം ഇന്ന് സ്പർശനം പോലും ഭാഗ്യം. പല്ലരയാറിൻ്റെ പഞ്ചാരമൺതീരം നെഞ്ചിലോ
ശോകകാവ്യം ഒരു പൂങ്കുയിലിൻ്റെ പുല്ലാങ്കുഴൽനാദം കാലം തകർത്തോരാ ദുഃഖകാവ്യം പല്ലലയാറിൻ്റെ പഞ്ചാരമൺതീരം നെഞ്ചിലൊതുക്കിയ ശോകകാവ്യം. ചിറയൻകീഴ് ടി കെ ശിവദാസൻ മെമ്മോറിയൽ രാഗധാര സംഗീത അക്കാദമിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യയിൽ നാടൻ പാട്ട് പാടുന്നു ശ്രീജ ശ്രീകണ്ഠൻ, ഐശ്വര്യ ജയസ്. Da
അടുത്ത കൃതി ആലപിക്കുന്നത് ശ്രീ ഗൗരി കൃഷ്ണ പഞ്ചാഷഡ് പീഠരൂപിണി കർണാടക ദേവഗാന്ധാരി രാഗത്തിൽ കൃതി ആലപിക്കുന്നു. പഞ്ചാഷഡ് പീഠരൂപിണി പഞ്ചാഷഡ് പീഠരൂപിണി പഞ്ചാഷഡ് പീഠരൂപിണി പഞ്ചാഷഡ് പീഠരൂപിണി മാ പാഹി ശ്രീരാജ രാജേശ്വരി പഞ്ചാഷഡ് പീഠരൂപിണി മാ പാഹി ശ്രീരാജ രാജേശ്വരി പഞ്ചാഷഡ് പീഠരൂപിണി പഞ്ചദശാക്ഷരി പാണ്ഡ്യകുമാരി പഞ്ചദശാക്ഷരി പാണ്ഡ്യകുമാരി പഞ്ചദശാക്ഷരി പാണ്ഡ്യകുമാരി പഞ്ചദശാക്ഷരി പാണ്ഡ്യകുമാരി പത്മനാഭ സഹോദരി ശങ്കരി പഞ്ചദശാക്ഷരി പാണ്ഡ്യകുമാരി പത്മനാഭ സഹോദരി ശങ്കരി പഞ്ചാഷഡ് പീഠരൂപിണി മാ പാഹി ശ്രീരാജ രാജേശ്വരി പഞ്ചാഷഡ് പീഠരൂപിണി ദേവി ജഗജനനി ഛിദ്രൂപിണി ദേവാതിനുത ഗുരുഗുഹ രൂപിണി ദേവി ജഗജനനി ഛിദ്രൂപിണി ദേവാതിനുത ഗുരുഗുഹ രൂപിണി ദശകാല പ്രവർത്തിനി മഹാദേവ മനോലാസിനി നിരഞ്ജനി ദശകാല പ്രവർത്തിനി മഹാദേവ മനോലാസിനി നിരഞ്ജനി ദേവരാഗമുനി ശാപ വിമോചൻ ദേവഗാന്ധാര രാഗലോചനി ദേവരാഗമുനി ശാപ വിമോചൻ ദേവഗാന്ധാര രാഗലോചനി ഭാവരാഗ താള വിവർധിനി ഭക്തജന പ്രിയ വരപ്രദായിനി ഭാവരാഗ താള വിവർധിനി ഭക്തജന പ്രിയ വരപ്രദായിനി പഞ്ചാഷഡ് പീഠരൂപിണി മാ പാഹി ശ്രീരാജ രാജേശ്വരി പഞ്ചാഷഡ് പീഠരൂപിണി കന്യാകുമാരി കടൽ തിരകൾ മണ്ണിൽ കുറിക്കുന്നതെന്താണ് നമ്മുടെ ഭാരതമെന്നാണ് അതിൽ നമ്മളെല്ലാവരും ഒന്നാണ് കന്യാകുമാരി കടൽ തിരകൾ മണ്ണിൽ കുറിക്കുന്നതെന്താണ് നമ്മുടെ ഭാരതമെന്നാണ് അതിൽ നമ്മളെല്ലാവരും ഒന്നാണ് ആ കാശ്മീരിൽ കുങ്കുമപ്പൂവനങ്ങൾ കാറ്റിൽ പറത്തുന്നതെന്താണ് നമ്മുടെ ഭാരതമെന്നാണ്
തിരകൾ മണ്ണിൽ കുറിക്കുന്നതെന്താണ്? നമ്മുടെ ഭാരതമെന്നാണ്, അതിൽ നമ്മളെല്ലാവരും ഒന്നാണ്. മദനി സാനിസ ധനിത സനിഗ സനിഗ മദനി സനിധ മഗ സാം സമഗ മഗ സമഗ മഗ സമഗ. വിന്ധ്യന്റെ ദീപ്തിയിൽ ഭസ്മക്കുറിയിട്ടു ചന്ദ്രൻ ചിരിക്കുന്നതെന്താണ്? ഇന്ത്യയാം രാജ്യമിതൊന്നാണ്, നമ്മൾ ഹിന്ദുസ്ഥാനികളൊന്നാണ്. വിന്ധ്യന്റെ ദീപ്തിയിൽ ഭസ്മക്കുറിയിട്ടു ചന്ദ്രൻ ചിരിക്കുന്നതെന്താണ്? ഇന്ത്യയാം രാജ്യമിതൊന്നാണ്, നമ്മൾ ഹിന്ദുസ്ഥാനികളൊന്നാണ്. കന്യാകുമാരി കടൽത്തിരകൾ മണ്ണിൽ കുറിക്കുന്നതെന്താണ്? നമ്മുടെ ഭാരതമെന്നാണ്, അതിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ആ പുണ്യഹിമാലയ ശൃംഗത്തിലാദിത്യ പൂർണ്ണകുംഭത്തിനാലഭിഷേകം. പുണ്യഹിമാലയ ശൃംഗത്തിലാദിത്യ പൂർണ്ണകുംഭത്തിനാലഭിഷേകം. ജയ ജയ മംഗളകാരിണി ജയ ജയ ജനഗണ ഹൃദയ വിഹാരിണി ജയ ജയ മംഗളകാരിണി ജയ ജയ ജനഗണ ഹൃദയ വിഹാരി. നാനാഭാഷകൾ നാനാവേഷങ്ങൾ നാനാജാതി മതങ്ങൾ. നാനാഭാഷകൾ നാനാവേഷങ്ങൾ